ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കണക്റ്റഡ് ഫാക്ട്സിൻ്റെ 16ാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 60 ക്വസ്റ്റ്യൻസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നു. 61ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ലാന്, വാന്, ക്യാന്, മാന്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ പണ്ട് മുതലേ IT പഠിക്കാൻ തുടങ്ങിയിട്ട് ആകെ കേട്ടിട്ടുള്ളത് ലാനും വാനും മാനൊക്കെയാണ്. നമ്മളേത് അങ്ങനെ കേട്ടിട്ടില്ല? ക്യാൻ അങ്ങനെ കേട്ടിട്ടില്ല. ക്യാൻ എന്ന് പറയുന്നത് ഒരു പരിമിതമായ പ്രദേശത്തുള്ള എല്ലാ ലാനുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ക്യാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ പഠിക്കുന്നതല്ല. പരിമിതമായ ഒരു പ്രദേശത്തെ ലാനുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ IT പഠിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ പഠിക്കുന്നതല്ലത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാൻ ഉണ്ട്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഇത് ആ കൂട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പാൻ കാർഡിൻ്റെ പാനാണെന്ന് വിചാരിക്കണ്ട. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്, അങ്ങനൊന്നുണ്ട് എന്നുള്ളത് കണ്ടോണം. ലാന് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാന് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാന് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ചെറുത് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാനാണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ ബ്ലൂടൂത്തിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നത്, അങ്ങനെ പലതും ഉണ്ടല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉപകരണങ്ങൾ കണക്ട് ചെയ്തിട്ട് ചെറിയ ചുറ്റളവിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്, അതാണ് ഇത് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് ഇത് പാന്. അത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിൻ്റർ, മൊബൈൽ, ഇങ്ങനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുമല്ലോ നമ്മൾ ഒരിടത്ത് ഇരുന്നിട്ട് ചെയ്യുന്ന ചെറിയ അകലത്തിലുള്ളത്. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ ശൃംഖലയാണ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. രണ്ടാമത് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു മുറിക്കുള്ളിലോ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ ആയിരിക്കും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുറിക്കുള്ളിൽ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൾറെഡി ചോദിച്ചതാണ് 2021 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒരു മുറിക്കുള്ളിലുള്ള ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുറിക്കുള്ളിലോ എന്ന് ചോദിക്കാം, ഒരു കെട്ടിടത്തിനുള്ളിൽ എന്ന് ചോദിക്കാം, ഒരു സ്ഥാപന പരിധിക്ക് ഉള്ളിൽ എന്നുള്ളതും ചോദിക്കാം. അപ്പോൾ ഇവിടെ ഓഫീസുകളിലും സ്കൂളുകളിലും റൂമിലും ലാനാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ കണ്ടോ, ഓഫീസ്, ലൈബ്രറി, സെർവർ, ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ്, പൊതു ക്ലാസ് റൂം, ഇങ്ങനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇവിടെ വൃത്തപരിധി ഏകദേശം ഒരു 100 കിലോമീറ്റർ വരെയൊക്കെ. അപ്പോൾ നമ്മൾ നഗരപരിധിക്കുള്ളിൽ നിൽക്കുന്നതാണ് ഏത്, ഈ പറയുന്ന മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലാന് പരമാവധി ഒരു 10 കിലോമീറ്റർ വരെയൊക്കെ ലാന് പറ്റുള്ളൂ. പാനാണെങ്കിൽ വെറും 10 മീറ്റർ, അതായത് നമ്മളെ തൊട്ട് 10 മീറ്ററിൻ്റെ ഉള്ളിലുള്ള മൊബൈൽ, ലാപ്പ്, ഹെഡ്സെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കണക്ട് ചെയ്താണ് പാന്. പരമാവധി ഒരു 10 കിലോമീറ്റർ വരെയൊക്കെ പോകാവുന്നതാണ് ഇതെന്ന് പറയുന്നത് ലാന്. ഇത് ഒരു 100 കിലോമീറ്റർ, ഇവിടെ കണ്ടോ പരിധി 100 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കും. അതാണ് മാൻ എന്ന് പറയുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു നഗര പരിധിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. ഇനി അടുത്താണ് ഇത്, അപ്പോൾ ഈ കാണുന്നതാണ് ഇത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ച് കിടക്കുന്നു, അത്രയും വ്യാപ്തിയുള്ളതാണ്. ഇവിടെ കമ്പ്യൂട്ടറുകൾ, ലാന്, മാന്, വാന് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരും. അപ്പം അത്രയും വലുതാണ് ഏതെന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർക്കുക. പ്രത്യേകിച്ച് നമുക്കിവിടെ പാന്, ലാന്, മാന്, വാന് ഈ 4 നമ്മളവിടെ പറഞ്ഞു. പിന്നെ ഒരു പരിമിതമായ പ്രദേശത്തെ ലാനുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന CAN ഉപയോഗിക്കുന്നത്. അത് ഈ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? അത് നമുക്ക് നോർമലി അറിയുന്നതാണ്. കാരണം നമ്മൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നമ്മൾ ഈ മെറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. സോ ഇവിടെ ആൻസർ ഏതാ? ടെലഗ്രാം അതിൽ പെടുന്നതല്ല. ഓപ്ഷൻ ബി ആണ് നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ മെറ്റയുടെ കീഴിൽ വരുന്ന, ഇപ്പോൾ നമുക്ക് നോർമലി ആ കൂട്ടത്തിൽ വരുന്നതാണ് ഏതൊക്കെ? ത്രെഡ് നമുക്ക് മെറ്റയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ത്രെഡ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, മെസ്സഞ്ചർ, അതേപോലെ ബിസിനസ് ആയിട്ട് വർക്ക് പ്ലേസ് എന്ന് പറയുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന മെറ്റയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ വരുന്നത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, മെസ്സഞ്ചർ. പിന്നെ നമുക്ക് ഫേസ്ബുക്കുമായിട്ട് തന്നെ ആൾറെഡി അറിയുന്നതാണ്. പിന്നെ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടാൽ വിശ്വസിക്കാത്ത ഒന്നാണ്. ഏത്? വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് അത് മെറ്റയുടെ അണ്ടറിലുള്ളത് തന്നെയാണ്, ബിസിനസ് പർപ്പസിലുള്ളതാണ്. പിന്നെ ത്രെഡ് അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾറെഡി കണ്ടിട്ടുണ്ടാവും. ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ത്രെഡ്സ്, മെസ്സഞ്ചർ, വർക്ക് പ്ലേസ് ഇത്രയും അവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആ കൂട്ടത്തിൽ ടെലഗ്രാമിൻ്റെ ഫൗണ്ടർ നമ്മൾ ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടെലഗ്രാം ഫൗണ്ടറുടെ പേര് ഓർത്തിരിക്കുക, പവേൽ ഡ്യൂറോവ്. 2013 ടെലഗ്രാം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഫൗണ്ടറുടെ പേര് ഓർത്തിരിക്കണം, പവേൽ ഡ്യൂറോവ്. 2013 സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അത് നിങ്ങൾക്ക് വർഷം കിട്ടാനുള്ള ഒരു പണി എന്ന് പറയുന്നത് ടെലഗ്രാം എന്നുള്ളത് നമുക്ക് ടിയിൽ തുടങ്ങുന്നു, എമ്മിൽ അവസാനിക്കുന്നു. അപ്പോൾ ആ ടിയിലെ ഈ 1 നമുക്ക് 1 എന്നുള്ളത് എടുക്കാം. ഈ എമ്മിനെ നമുക്ക് 3 എടുത്താൽ 13 ടെലഗ്രാം തുടങ്ങിയത് എന്നുള്ളത് കിട്ടും. വാട്സപ്പിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ജാൻ കൂമും ബ്രയാൻ ആക്ടനുമാണ് ഫൗണ്ടേഴ്സ്. പിന്നീട് 2014 എന്ത് ചെയ്യുന്നത് ഫേസ്ബുക്ക് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ 2009 സ്ഥാപിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൻ്റെ സ്ഥാപകരാണ് ജാൻ കൂമും ബ്രയാൻ ആക്ടനും. 2009 സ്ഥാപിക്കുന്നത്. 2014 ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നത് അക്വയർ ചെയ്യുന്നത്. ഇനി ഫേസ്ബുക്ക് പിന്നെ നമുക്കറിയാം ഫൗണ്ടർ ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ്. 2004 എന്ത് ചെയ്യുന്നത് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 2004 ഫേസ്ബുക്ക് ആരംഭിച്ചത് മാർക്ക് സുക്കർബർഗ്, സ്ഥാപകൻ. പിന്നെ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഇൻസ്റ്റഗ്രാമിൻ്റെ ഫൗണ്ടേഴ്സാണ് കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രീഗറും. അപ്പോൾ ഈ 2 പേരുകൾ നിങ്ങൾ അത്ര വലിയ പരിചയം ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ ഫൗണ്ടേഴ്സാണ് കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രീഗറും. അതും പിന്നീട് എന്ത് ചെയ്യുന്നു ഫേസ്ബുക്ക് അക്വയർ ചെയ്യുകയാണ്. 2012 ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ഥാപിക്കുന്നത് 2010 കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രീഗറും ചേർന്ന് ഇൻസ്റ്റഗ്രാം സ്ഥാപിച്ചത് 2010 എന്നുള്ളത് ഓർക്ക്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അഡീഷണലായിട്ട് അവിടെ പറഞ്ഞല്ലോ. ഇനി
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 63ാമത്തെ ചോദ്യം. ഡീപ്പ് ഫേക്ക് എന്നാൽ സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ വൈറസ് ആണ്. നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണമാണ്. ഇവിടെ ഡീപ്പ് ഫേക്ക് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. ഓരോ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനലാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതെന്താണ്? AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഉത്തരം ഏതാണ്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. അതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട യഥാർത്ഥമെന്ന് തോന്നുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദം ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങളെയാണ് ഡീപ്പ് ഫേക്കുകൾ എന്ന് വിളിക്കുന്നത്. AIയെ പ്രതിനിധീകരിക്കുന്ന ഡീപ്പ് ലേണിംഗ് എന്ന വാക്കും വ്യാജം എന്നർത്ഥം വരുന്ന ഫേക്ക് എന്ന വാക്കും സംയോജിപ്പിച്ചതാണ് ഡീപ്പ് ഫേക്ക് എന്ന പേര്. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ ചെയ്തേ വരുള്ളൂ. ഈ പറയുന്ന വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 1-2 കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ ഒരു 4-5 എണ്ണം. ഇപ്പോൾ വയർ ഷാർക്ക് നമുക്ക് പരീക്ഷകളിലൊക്കെ ആൾറെഡി ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? വയർ ഷാർക്ക്, മെറ്റാസ്പ്ലോയിറ്റ്, കലി ലിനക്സ്, Nmap, എയർക്രാക്കൻജി, നെസസ്, നിക്ടോ. ഇങ്ങനെ ഒരു 3-4 എങ്കിലും എന്ത് ചെയ്യണം? ഈ വയർ ഷാർക്കൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ്. മെറ്റാസ്പ്ലോയിറ്റും കലി ലിനക്സും Nmapഉം ഒക്കെ എന്ത് ചെയ്യുക? ഒരു 4 എങ്കിലും അവിടെ പഠിച്ചു വെക്കുക. സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസ് എന്നുള്ളത്. നമ്മൾ സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസ് കഴിഞ്ഞാൽ പിന്നെ അതിലടുത്തൊരു ഓപ്ഷനാണെന്ത്? കമ്പ്യൂട്ടർ വൈറസ് എന്നുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസ് നമ്മൾ നോർമലി ആൻറ്റി വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. അല്ലാതെയുള്ള ഒരു 3-4 എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ക്ലെസ്, സാസർ, പിന്നെ ഐ ലവ് യു എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വൈറസ് ഉണ്ട്. കോൺഫിക്കർ, ഷാമോൻ, നിംഡ. ഇങ്ങനെ ഒരു 6 ഞാൻ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു 3-4 ഒരു കണ്ട പരിചയമെങ്കിലും നമുക്ക് ഉണ്ടാവണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കമ്പ്യൂട്ടർ വൈറസുകളിൽ പെടുന്നവ, പെടാത്തവ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകളിൽ പെടുന്നവ, പെടാത്തവ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ വയർ ഷാർക്ക്, മെറ്റാസ്പ്ലോയിറ്റ്, കലി ലിനക്സ്, Nmap ഇതൊക്കെ ഓർത്തിരിക്കുക. ഇവിടെയാണെങ്കിൽ ക്ലെസ്, സാസർ, ഐ ലവ് യു, കൺഫിക്കർ, ഷാമോൻ, നിംഡ ഇത്രയും എന്ത് ചെയ്യുക? അവിടെ കമ്പ്യൂട്ടർ വൈറസും ഓർത്തിരിക്കുക. ഇനി അതിലടുത്തൊരു ഓപ്ഷൻ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണം. അത് ഫയർവാളാണ്. നെറ്റ്വർക്ക് സംരക്ഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഫയർവാൾ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 64. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ ആയതുകൊണ്ട് ആരായിരിക്കും? സംസ്ഥാനത്തിലെ ഗവർണറാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഇനിയോ ഇവരെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ 2021 LDCൻ്റെ മെയിൻ എക്സാമിനടക്കം ചോദിച്ച ചോദ്യമാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ പെടുന്നവർ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുണ്ട്, പിന്നെയോ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി എന്ത്?
മുഖ്യമന്ത്രി എന്തായാലും ഉണ്ടാവും. മുഖ്യമന്ത്രി കൂടെ എന്ത് ചെയ്യുന്നു, ആ കമ്മിറ്റിയിൽ ഒരു മന്ത്രിയെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഉണ്ട്, പിന്നെ ഒരു മന്ത്രിയുണ്ട് മുഖ്യമന്ത്രിൻ്റെ ഒപ്പം, പിന്നെ പ്രതിപക്ഷ നേതാവും. ഈ 3 ആളുകളാണ് ആ കമ്മിറ്റിയിലുള്ളത്. ഇനിയോ ഗവർണറുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞയും. ഗവർണറാണ് നിയമിക്കുന്നതും ഗവർണറാണ് നീക്കം ചെയ്യുന്നതും. അതും കൂടെ ഓർത്തിരിക്കുക. ഗവർണറാണ് നിയമിക്കുന്നത്, ഗവർണറുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഗവർണർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നതും. ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, ഇവിടെ വിവരാവകാശ കമ്മീഷണർമാരുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ. അത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാവും നമുക്കേത്, നിസ്വാർത്ഥ സേവനങ്ങൾ എന്നുള്ളത്. കാരണം പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനമാണ് ഇത് നിസ്വാർത്ഥ സേവനം എന്ന് പറയുന്നത്. സെൽഫ്ലെസ് സർവീസസ്. ബാക്കി ഗതാഗതമാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും വാർത്താ വിതരണമാണെങ്കിലും ഇതൊക്കെ എന്താണ്, അതിൽ പെടുന്നതാണ്. അപ്പോൾ ഇവിടെ പെടുത്താത്ത സേവനം എന്ന് പറയുന്നത് നിസ്വാർത്ഥ സേവനം എന്നുള്ളതാണ്. നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വരുന്നത് 20 ജൂലൈ 2020 ഈ ഡേറ്റ് പലപ്പോഴായിട്ട് എടുത്തു ചോദിച്ചിട്ടുണ്ട്. 1986 ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വർഷം എത്രയോ തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട കൺസ്യൂമർ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രി ആരാണ്, GR അനിലാണ് ഇപ്പോഴത്തെ. നമുക്ക് ഫുഡ്, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആൾറെഡി പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ആ ഉപഭോക്തൃ കാര്യം കൂടെ എന്ത് ചെയ്യുക, GR അനിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേന്ദ്രത്തിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു മിനിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിലാണ് നമ്മൾ പറഞ്ഞത് ഉപഭോക്തൃ അഫയേഴ്സ് എന്നുള്ളത്. കേന്ദ്രത്തിലാണെങ്കിൽ അത് പ്രഹ്ലാദ് ജോഷി. ആ ഒരു പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. പ്രഹ്ലാദ് ജോഷി എന്ന കേന്ദ്രത്തിലെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ മന്ത്രിമാരുടെ പേരൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവർ മാറുന്നതും കൂടെ അപ്ഡേറ്റ് ചെയ്തോണം. ഇതിപ്പം ഞാൻ ഇന്ന് പറയുന്ന ഈ പറയുന്ന മാർച്ച് 24 എന്ന് പറയുന്ന ഒരു ഡേറ്റിലാണെന്ത്, GR അനിൽ കേരളത്തിൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററാണ്, പ്രഹ്ലാദ് ജോഷി കേന്ദ്രത്തിൽ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമമൊക്കെ നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ തുടക്കം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, സൂചിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി വരും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കതൊക്കെ ഉൾപ്പെടുത്തി തന്നെ എന്ത് ചെയ്യാം, പോവാം. കാരണം ഓരോ ഏരിയയിൽ നിന്ന് വിവരാവകാശ നിയമമൊക്കെ 8 LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യമുണ്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമവും 8 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോന്ന് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് പറഞ്ഞു പോവുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് നിന്ന് പഠിച്ചോളുക. എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം അവനവൻ അതിയായിട്ട് ആഗ്രഹിക്കുക. വേറെ ആരാഗ്രഹിച്ചിട്ടും കാര്യമില്ല. അവനവനാണ് എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ജോലി പെട്ടെന്ന് കിട്ടാൻ ആത്മാർത്ഥത കാണിക്കേണ്ടത്. വേറെ ഒരു സെക്കൻഡ് പേഴ്സൺ ഒരിക്കലും നമ്മുടെ അത്രത്തോളം ഒരു ആത്മാർത്ഥത ആഗ്രഹത്തിൽ ഉണ്ടാവുകയില്ല. ആഗ്രഹത്തിൽ മാത്രം പോരാ, എടുക്കുന്ന പണിയിലും കൂടെ ഉണ്ടെങ്കിലേ പെട്ടെന്ന് കിട്ടി അത് പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.